ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഉണ്ടായിരുന്ന റെഡ് അലർട്ട് 13 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചെന്നൈ കോർപ്പറേഷനിൽ 329 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് ഇപ്പോൾ മാറ്റുകയുമാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകുന്നു കൂടുതൽ വിവരങ്ങൾ. റഹീസ്, അപ്പോൾ റെഡ് അലർട്ടിന്റെ എണ്ണം കൂടുന്നു, അത് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അല്പസ്വല്പം ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശമായിട്ട് അതിനെ കണക്കാക്കാം. ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ സ്ഥിതി എന്താണ്? എപ്പോഴായിരിക്കും തീരം തൊടുക? വേഗം കൂടാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ? പ്രജിൻ, ചുഴലിക്കാറ്റ് ഇപ്പോഴും ചെന്നൈക്ക് 100 കിലോമീറ്റർ അപ്പുറം തന്നെയാണ്. ഇതിൻ്റെ വേഗം 10 കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിൻ്റെ വേഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു 10 മണിക്കൂർ എടുക്കും എന്നുള്ള രീതിയിലാണ് സാമാന്യഗതിയിൽ ചിന്തിക്കേണ്ടത്. പക്ഷേ തമിഴ്നാട് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ ഏതാണ്ട് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ചുഴലിക്കാറ്റ് എത്തും എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ചുഴലിക്കാറ്റിൻ്റെ വേഗം വച്ച് ഏതാണ്ട് ഒരു 7-8 മണിക്കൂർ എന്തായാലും എടുക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് രാത്രിയോടെ തന്നെ ചുഴലിക്കാറ്റ് എത്തുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും തമിഴ്നാടും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഒക്കെ കടുത്ത ജാഗ്രതയിലാണ്. നേരത്തെ 7 ജില്ലകളിൽ മാത്രമായിരുന്നു റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 13 ജില്ലകളിലേക്ക് മാറിയിട്ടുണ്ട്. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, തിരുവള്ളൂർ, കാഞ്ചീപുരം, വേലൂർ, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, കൃഷ്ണഗിരി, ധർമ്മപുരി, തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ചി, വിഴുപ്പുറം, കടലൂർ തുടങ്ങിയ ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഉള്ളത്. ഒപ്പം ഈ പ്രദേശത്തൊക്കെ അല്പസമയം മുമ്പ് മഴ തോന്നു നിന്നതാണ്. ഇപ്പോൾ കുറച്ച് മഴ അധികമാകുന്നുണ്ട്. ഒപ്പം തന്നെ കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അന്നാസാലയിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ചെന്നൈയിൽ നിന്നും പല പ്രദേശങ്ങളിലേക്കും പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിൻ്റെ സ്ഥിതിയാണിത്. ഒപ്പം ഈ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ഈ മഴ ബാധിച്ചിരിക്കുന്നത്. ഇട റോഡുകൾ, ലിങ്ക് റോഡുകളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാണ്. പല റോഡുകളിലേക്കും ഉള്ള ആ വഴികൾ തന്നെ അടച്ചിരിക്കുകയാണ്. അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ട്. മഴ അതിശക്തമായി പെയ്യുന്നുണ്ട്. എന്തായാലും രാത്രിയോടുകൂടി ഇത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടുമെന്നാണ് ഇപ്പോൾ പറയാനാവുക. പ്രജിൻ.